ചെക്കിയാട് പണ്ടുണ്ടായിരുന്നു ഒരു സ്ത്രീ, അവളിങ്ങനെ അത്ഭുതം പറയന്നെ, അത്ഭുതം കാണിക്കന്നെ. അപ്പോ ഇവിടെ വന്ന് നമ്മുടെ ഈ കഴിഞ്ഞ ആഴ്ച മരിച്ചുപോയ അബ്ദുറഹ്മാൻ മുസ്ലിയാരുണ്ട് ചെക്കിയാട്, അദ്ദേഹത്തിന്റെ പേരക്കുട്ടിയായ ആദിൽ നമ്മള് മുത്തവ്വൽ പഠിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് സ്വർഗം കൊടുക്കട്ടെ. അദ്ദേഹവും കമ്മിറ്റിക്കാരെല്ലാവരും കൂടി ചെക്കിയാട്ടുകാർ ഇവിടെ വന്നിട്ട് എന്നോട് പറഞ്ഞു, നമ്മുടെ നാട്ടിൽ ഒരു സ്ത്രീ ഇപ്പൊ ഇങ്ങനെ അത്ഭുതം പറയുന്നു. അത്ഭുതം തന്നെ, ആ പെണ്ണ് ഒരു മരുന്നിന്റെ പേരും പഠിച്ചിട്ടില്ല, ഇപ്പൊ അവളിങ്ങനെ കാണാതെ മരുന്നിന്റെ പേരൊക്കെ എഴുതി കൊടുക്കുകയാണ്, മരുന്നൊക്കെ എഴുതി കൊടുക്കുകയാണ്. ഭയങ്കര അത്ഭുതമാണ്, ആൾക്കാരൊക്കെ അങ്ങനെ നിറഞ്ഞു വരികയാണ്. എന്താ എങ്ങനെ സംഭവിച്ചതറിയില്ല, ഇവളിപ്പോ പെട്ടെന്ന് ഔലിയായോ എന്തെന്നായ സംഭവം? ഞാൻ പറഞ്ഞു ഏതോ ഒരു ജിന്നുണ്ടാവും, നമുക്ക് ശരിയാക്കാതെ. ഞാൻ പോയിട്ട് എന്ന് പറയുന്ന സൂറത്തുൽ ജിന്ന് ഓതിയിട്ട് വളരെ നല്ല നിലക്ക് വിഷയങ്ങൾ വിവരിച്ചു കൊടുത്തു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കോലത്തിൽ മുജാഹിദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ, മുജാഹിദ് റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ ശിഷ്യനായ ഒരു വലിയ ഇമാമാണ് കേട്ടോ. ഇനിയിപ്പോ അതാരെങ്കിലും മുറിച്ചിട്ട് ഇതാ പേരോട് മുജാഹിദ് ആയിരിക്കുന്നു റളിയല്ലാഹു അൻഹു പറയാൻ തുടങ്ങിയിരിക്കുന്നു എന്നൊന്നും പറയണ്ട. അപ്പോ മുജാഹിദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ മുജാഹിദ് റളിയല്ലാഹു അൻഹു എന്നെ പറയുന്നുണ്ട്, മൂപ്പര് നിസ്കരിക്കാൻ നിൽക്കുമ്പോ സ്വന്തം ഉസ്താദിന്റെ കോലത്തിൽ വന്നിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പൊ നിസ്കാരാകെ കല്ലെത്താവൂല. പണ്ടങ്ങാ വഫാത്തായി പോയ ഉസ്താദ് വന്നിട്ട് അടുത്ത് നിന്നാല് നിസ്കാരത്തിൽ ശ്രദ്ധ വരില്ലേ. അപ്പോ ഇങ്ങനെ കണ്ടപ്പോ ഞാൻ എന്ത് ചെയ്തു, ഉസ്താദ് ഇബ്നു അബ്ബാസ് എന്നെ മുമ്പ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ ജിന്നിനെ പേടിക്കേണ്ട ഒന്നുമില്ല, നല്ല ധൈര്യത്തിന് നിൽക്കണോ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ മെല്ലെ നല്ലൊരു കത്തി കൊണ്ടുപോയിരിക്കുമ്പോ അടുത്തവിടെ വെച്ചു. അതാ വരുന്ന ചങ്ങായി അടുത്തിങ്ങോട്ട് എത്തിയപ്പോ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഉടനെ അതാ فذكرت قول ابن عباس وجعلت عندي سكينا فتزين لي فحملت عليه فطعنته കാത്തി കൊണ്ട് ഒറ്റ കുത്തു കൊടുത്തു ഉസ്താദിനല്ലോ, ഉസ്താദിന്റെ കോലത്തിൽ വന്ന ജിന്നിനെയാണ്. ഒരൊറ്റ കുത്തു കൊടുത്തു ഞാന്. ഒരൊറ്റ വീല. പിന്നെ ആ സാധനത്തിന് ഞാൻ ഫലം മറന്നു പോയതു, പിന്നെ ഞാൻ സാധനം കണ്ടിട്ടില്ല. അപ്പൊ ജിന്നുകള് പല കോലത്തിലും വരും, പറ്റിക്കോ, അങ്ങനെ പല പരിപാടി. ഈ ജിന്ന് പലതും പറഞ്ഞു. അവസാനം ചുരുക്കി പറഞ്ഞാൽ അന്ന് ഞാൻ പ്രസംഗം കഴിഞ്ഞ് ഞാനിങ്ങ് പോകുന്നു. പിറ്റേ ദിവസം ഉണ്ട് ചെക്കിയാട്ട് അവിടുത്തെ മഹല്ല് കമ്മിറ്റിയുടെ ആൾക്കാരും അബ്ദുറഹ്മാൻ മുസ്ലിയാരൊക്കെ വിളിച്ചിട്ട് പറയുന്നു, നിങ്ങളൊന്ന് കാണണമെന്ന് പറയുന്നുണ്ട്, ഈ ജിന്ന് ഈ പറഞ്ഞ പെണ്ണും അവളെ ഭർത്താവും ഒന്ന് കാണണമെന്ന് പറയുന്നുണ്ട്. ഞാൻ ചോദിച്ചു, എന്തേ അവർ മാറിയോ? അവര് ഇന്നലത്തെ പ്രസംഗം പുരയിൽ ഇരുന്നിട്ട് നന്നായി ശ്രദ്ധിച്ചു കേട്ട് അപ്പൊ അവർക്ക് മനസ്സിലായി ഇത് ജിന്ന് പരിപാടിയാണെന്ന്. അവർക്കെന്നെ തിരിഞ്ഞിട്ടില്ല, ജിന്ന് പരിപാടിയാണെന്ന് മനസ്സിലായി. അവരതിൽ നിന്ന് തൗബ ചെയ്ത് നന്നാവണമെന്നുണ്ട്, അവർക്ക് നിങ്ങളെ കാണണമെന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓള് വരണ്ട, അയാൾ വന്നോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഭർത്താവും നാട്ടുകാരും കമ്മിറ്റിക്കാരും എല്ലാം വന്ന്, ഇവിടെ ഇപ്പൊ ചെക്കിയാട്ടുകാരും ഉണ്ട്, പാറക്കുടക്കാരും ഉണ്ട്, ആൾ അഡ്രസ്സൊക്കെ വേണമെങ്കിൽ പറയാൻ കഴിയും എനിക്ക്. അങ്ങനെ എല്ലാവരും വന്ന് അങ്ങനെ വന്നിട്ട് എൻ്റെ അടുത്തൊരു ചെറിയ പുസ്തകം, ആ ഭർത്താവ് എൻ്റെ അടുത്തൊരു ചെറിയ പുസ്തകം തന്നു. പുസ്തകം നോക്കുമ്പോൾ എന്താണ്, വടകര തരീക്കത്ത് എന്ന് പറഞ്ഞു കൂത്തിരിക്കുന്ന ഒരു തങ്ങളുണ്ട്. തങ്ങളായതുകൊണ്ട് ഹിദായത്ത് കിട്ടിക്കൊള്ളുന്നില്ലല്ലോ. വടകര തരീക്കത്ത് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു തങ്ങളുണ്ട്. ഈ തങ്ങളെ പരിപാടി ഞാൻ മുമ്പ് ഒരു കാലത്ത് ഞാനിങ്ങനെ സ്ക്രീനിലിട്ട് കാണിച്ചിട്ടുണ്ട്. പെൺകുട്ടികൾ വരുമ്പോൾ മണത്തിങ്ങനെ വിടല. അപ്പോ ഈ തരീക്കത്ത് തങ്ങള്, ഈ വടകര തരീക്കത്തിന്റെ തങ്ങളെടുത്ത് ഇവര് ചെന്നപ്പോ ഇയാൾ എന്ത് ചെയ്തു, എന്തല്ലോ ചെല്ലുവും കൊടുത്തു എന്നാ പറഞ്ഞു. ആ ചെല്ലുവും കൊടുത്ത പുസ്തകമാണ് എന്റെ അടുത്ത് കൊണ്ടുപോയി തിരിച്ചു തരുന്നത്. അതിലിടക്ക് ബഹുമാനപ്പെട്ട പാനൂർ തങ്ങളുടെ ഉപദേശവും അവർക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പാനൂർ തങ്ങൾ താഹത്തങ്ങൾ മോശ, പാനൂർ തങ്ങൾ വലിയ ആലിമായ മൂപ്പര് അടുത്ത് അവര് പോയി എന്നും ഞാൻ കേട്ടിട്ടുണ്ട്. എന്തോ ആകട്ടെ, സംഭവം ഏതായിരുന്നാലും വന്ന് അതെന്റെ അടുത്ത് തിരിച്ചു വന്നു. ഇപ്പോഴും എന്റെ അലമാരി തരുന്നാൽ ചിലപ്പോ ആ ഷെയ്ഖ് കൊടുത്ത പുസ്തകം എന്റെ അടുത്ത് ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ആളുകൾ തെറ്റിദ്ധരിച്ച് കുടുങ്ങിപ്പോകും. അത്ഭുതം കാണുമ്പോൾ കുടുങ്ങിപ്പോ. അങ്ങനെയാണ് പല തെരീകത്തിനും പലരും പെട്ടുപോകും. തെരീകത്തൊന്നും അല്ലത്, തെരീകത്തിന് കുഴപ്പമൊന്നുമില്ല, ഇതൊക്കെ വ്യാജ തെരീകത്തുകളാണ്. അപ്പൊ അതിലൊക്കെ പെട്ടുപോകുന്നത്. അതുകൊണ്ട് നല്ലോണം ജനങ്ങൾ മനസ്സിലാക്കണം, ആലിമീങ്ങളെ പിന്തുടർന്ന് ജീവിക്കണം. ആലിമീങ്ങൾക്ക് അതിന്റെ നെല്ലും ബദലും അറിയും. ആലിമീങ്ങളെ ചോദിച്ചിട്ട് എല്ലാ കാര്യവും ചെയ്യണം. അതാണ് ലവാഖിഹിൽ ഇമാം സൂത്ത് റളിയല്ലാഹു അൻഹു, ഇമാം ഷഅറാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചത് കാണാം. ഖിയാമത്ത് നാളിൽ പടച്ചവന്റെ കോടതിയിലെത്തിയിട്ട് സ്വർഗത്തിലേക്ക് കടത്തി, സ്വർഗത്തിൽ നിന്ന് അള്ളാഹ് പറയും നിങ്ങൾക്ക് എന്താ ഇനി വേണ്ടതെന്ന് കിട്ടുന്നൊരു സമയമുണ്ട്. അപ്പോ ജനങ്ങള് മുഅ്മിനീങ്ങൾ പറയും, അല്ലാ ഇപ്പൊ പെട്ടെന്ന് പറയൂല, എന്തേ ഇപ്പൊ പറയൂല, ഞങ്ങളത് ആലിമീങ്ങളോട് ചോദിക്കട്ടെ, ഞങ്ങളെ സ്വർഗത്തിലെത്തിയത് ആലിമീങ്ങളാണ്, ആലിമീങ്ങളോട് ചോദിക്കട്ടെ എന്താ വേണ്ടത്, ഞങ്ങളെന്താ മറുപടി പറയേണ്ടത്, എന്നിട്ട് പറയാന്ന് പറയാം. അത്രയും വലിയ ഒരു ആധികാരികത ആലിമീങ്ങൾക്കുണ്ട്. അതുകൊണ്ട് നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ, ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ, അതുപോലെ സുൽത്താനുൽ ഉലമ മുഹയ്യിസുന്ന, അവരുടെ
അവരുടെ ഉസ്താദും കൂടിയായ താജുൽ മുഹമ്മദ് കോട്ടൂർ ഉസ്താദ്, അവരൊക്കെയാണ് നമ്മളെ നേതാക്കന്മാര്. ആ വലിയ നേതാക്കന്മാര് പറയുന്നത് അനുസരിച്ച് പറയുന്ന കമ്മോണ്ടർമാരാണ് നമ്മളൊക്കെ, നമ്മളുടെ ഡോക്ടർമാരല്ല. ആ മഹാന്മാരാണ് ആലിമീങ്ങൾ. അങ്ങനെയുള്ള ആലിമീങ്ങൾ പറയുന്നതനുസരിച്ച് മാത്രം നമ്മൾ ദീൻ ഇങ്ങനെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഉത്തരവാദിത്തമാണ് നമുക്കുള്ളത്. ആ ഉത്തരവാദിത്തം നിർവഹിക്കാൻ വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഹഖ് ഹഖായി മനസ്സിലാക്കി സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിന്ന് ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ.